പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരഞ്ഞെടുപ്പ് റാക്കിലിടെ വെടിയേറ്റ സംഭവത്തിൽ ഒരു ദിവസം പിന്നിടുമ്പോഴും സംശയങ്ങൾ ഒഴിയുന്നില്ല. കൊലപാതകയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തൽക്ഷണം വധിച്ചെങ്കിലും അയാളുടെ ലക്ഷ്യമെന്തായിരുന്നുവെന്നത് അജ്ഞാതമായി തുടരുകയാണ്. ആഭ്യന്തര ഭീകരപ്രവർത്തനമെന്ന സാധ്യത മുൻനിർത്തിയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സംഭവത്തിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത്. സീക്രട്ട് സർവീസ് പേഴ്സന്റെ വെടിയേറ്റ് മരിച്ച ആക്രമി തോമസ് ക്രൂക്സ് കൃത്യത്തിൽ തനിച്ചായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതെന്നും FBI പറഞ്ഞു. ഇതിനായി തീവ്രവാദ വിരുദ്ധ വിഭാഗവും ക്രിമിനൽ വിഭാഗവും ചേർന്ന് അന്വേഷണം നടത്തുമെന്ന് മുതിർന്ന FBI ഉദ്യോഗസ്ഥൻ റോബർട്ട് വെൽസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആക്രമിക്കാനെത്തുമ്പോൾ ക്രൂക്സ് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിയൽ രേഖകൾ കരുതിയിരുന്നില്ല. ബയോമെട്രിക് സ്ഥിരീകരണം ലഭിക്കുന്നതിന് DNA പരിശോധന നടത്താൻ ശ്രമിക്കുകയാണ്. പ്രതിയുടെ പിതാവ് മാത്യു ക്രൂക്സിനെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് മുമ്പ് സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ചിലത് പറയാനുണ്ടെന്ന് മാത്യു വാർത്താ ഏജൻസിയോട് പറഞ്ഞു.